എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം? അതൊരു വിഭാഗീയതയാണ്. മനുഷ്യർക്കിടയിൽ മറ്റു മനുഷ്യരെ വെറുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ജൂതനോട് വെറുപ്പ്, ക്രിസ്ത്യാനിയോട് വെറുപ്പ്, ഹിന്ദുവിനോട് വെറുപ്പ്, മതമില്ലാത്തവരോട് വെറുപ്പ്, ബൗദ്ധരോട് വെറുപ്പ്, ഇനി മുസ്ലിങ്ങളെ മാത്രം എടുത്തു കഴിഞ്ഞാൽ പരസ്പരം വെറുപ്പ്. ഈ വെറുപ്പ് എന്ന് പറയുന്ന മാനവീയ വികാരം അത്രയ്ക്ക് യുക്തിസഹമാണോ? വെറുപ്പില്ലാതെ ഒരു സിവിലൈസേഷൻ മുന്നോട്ട് പോയിക്കൂടെ? താങ്കൾ അതിന് മറുപടി പറയണം. എന്തുകൊണ്ട് വെറുപ്പ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇസ്ലാമിക് വിശ്വാസി പരസ്പരം അവൻ തന്നെ ഞാനാണോ ശുദ്ധൻ, എന്റെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ശുദ്ധി എന്ന് കരുതി പോരാടും എന്നാണ് പാട്ടുകൾ. ഓക്കെ, അപ്പൊ ആ വെറുപ്പിനെ കുറിച്ചാണ് അദ്ദേഹം ആദ്യം പറയേണ്ടത്. മുസ്ലിങ്ങൾ എന്താ ശത്രുക്കളോട്, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻസിനോട്, യഹൂദികളോട് അദ്ദേഹത്തിന്റെ ടൈം ഞാൻ എടുത്ത് ഉദ്ധരിച്ചതാണ്. എന്തുകൊണ്ടാണ് ശത്രുത പുലർത്തുന്നത് എന്ന് ഇസ്ലാമിന്റെ വിശ്വാസം നിങ്ങൾക്കറിയുമോ? താങ്കൾക്കറിയുമോ? ഇസ്ലാമിൽ ഒരാളിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് പ്രവാചകൻ എന്ന് വിശ്വസിച്ചാൽ മുസ്ലിം ആവില്ല. കൂടെ ക്രിസ്ത്യാനികൾ ബഹുമാനിക്കുന്ന ജീസസ് ക്രിസ്റ്റ്, ഈസ അലൈഹിസ്സലാം പ്രവാചകനാണ്, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ് എന്ന് വിശ്വസിക്കണം. യഹൂദരുടെ മോസസ് പ്രിയപ്പെട്ട പ്രവാചകനാണ് എന്ന് വിശ്വസിക്കണം. എല്ലാവരും ദൈവത്തിന്റെ ഏകോദര സഹോദരങ്ങളാണ് എന്ന് വിശ്വസിക്കണം. ഒരാൾ അത് നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിന്റെ അകത്തുണ്ടാവില്ല. എല്ലാവരും ദൈവത്തിന്റെ അടിമകളാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പോളിസി. അതിനോട് അനുബന്ധിച്ച് വേറെ ചോദ്യം കൂടി. മുഹമ്മദിനെ മാത്രമല്ല പ്രവാചകനായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്, നമ്മൾ യേശുവിനെ അംഗീകരിക്കുന്നു, നമ്മൾ മോസസിനെ അംഗീകരിക്കുന്നു, ഓൾ ദ ഇന്റർനാഷണൽ 1,00,000 ഐ ഡോ നോ എല്ലാവരും അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ആകാനുള്ള അടിസ്ഥാന കലിമ എന്താണ്? അടിസ്ഥാന കലിമ എന്താണ്? ഞാൻ പറയാം. അള്ളാഹു ആണ് ദൈവം, യേശു ആണ് പ്രവാചകൻ. കറക്റ്റ് അല്ലേ? അള്ളാഹു ആണ് ദൈവം, മോസസ് ആണ് പ്രവാചകൻ. കറക്റ്റ് ആണോ? യുക്തിസഹമായ മറുപടി പറയണം. ഇദ്ദേഹം ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. ഇസ് ഡോഡ്ജിങ്. അള്ളാഹു ഏകനായ ദൈവമാണ് എന്നതിന്റെ കൂടെ മുഹമ്മദ് മാത്രമേ പ്രവാചകനുള്ളൂ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മുസ്ലിം ആവില്ല. ഈസയും മൂസയും പ്രവാചകനാണെന്ന് കൂടി പറയണം. അദ്ദേഹം കലിമയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു റെവല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ അറിയോ? ഈ യേശുവിനെയും പിന്നെ മോസസിനെയൊക്കെ അംഗീകരിക്കും. അപ്പൊ എൻ്റെ ഒരു നിർദ്ദേശമേ ഉള്ളൂ, കലിമ ചൊല്ലുമ്പോൾ യേശുവിന്റെയും മോസസിന്റെയും പേര് അറ്റ്ലീസ്റ്റ് ആരുടെയെങ്കിലും ഒരാളുടെ കൂടി പേര് ചേർക്കാൻ താങ്കളുടെ യൂണിവേഴ്സിറ്റി, താങ്കൾ പഠിപ്പിക്കുന്ന മതപാഠശാലയിലെങ്കിലും ഇനി തീരുമാനമാക്കണം. കാരണം നമ്മൾ കുറച്ചുകൂടെ ഇൻക്ലൂസീവ് ആണല്ലോ, കോസ്മോപൊളിറ്റൻ ആണല്ലോ, കത്തോലിക് ആണല്ലോ. നിങ്ങൾ അത് ചെയ്യുമോ? ചോദ്യം ഇതാണ്. വളരെ ഇത് ഒഴിഞ്ഞു മാറില്ല ഈ ചോദ്യത്തിൽ. നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയ കാര്യമില്ല. മുഹമ്മദ് റസൂലാണെന്ന് അംഗീകരിക്കുന്നവനാണ് മുസ്ലിം. അല്ലാതെ ആദം മുസ്ലിം ആണെന്നോ എബ്രഹാം മുസ്ലിം ആണെന്നോ അല്ലെങ്കിൽ മോസസ് മുസ്ലിം ആണെന്നോ അംഗീകരിക്കണോ അല്ല. താങ്കൾക്ക് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ താങ്കൾ അത് മാറ്റണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരുടെ യേശുവിനെയും അതേപോലെ ജൂതരുടെ മോസസിനെയും അംഗീകരിക്കാതെ ഒരു പൂർണ്ണ മുസ്ലിം ആകില്ല എന്ന് ഒരു മറുപടി എന്നോണം മുസ്താദ് പറഞ്ഞിരുന്നു. അതങ്ങനെ പറഞ്ഞപ്പോൾ രവിയുടെ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നില്ല. നിങ്ങളുടെ ഷഹാദത്തിൽ എന്താണ് നിങ്ങൾ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മാത്രമാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഷഹാദത്ത് കലിമ, അതായത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിൻ്റെ അർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു പദത്തിന്, പേരിന് അതിനൊരു ആശയതലമുണ്ട്. അത് അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് എന്നല്ല, മക്കത്ത് ജീവിച്ച മുഹമ്മദ് എന്നല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ താല്പര്യം അന്ത്യപ്രവാചകനായ മുഹമ്മദ് എന്നാണ്. അപ്പോൾ അന്ത്യപ്രവാചകനായ മുഹമ്മദിനെ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായി ആദ്യപ്രവാചകന്മാരായ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നതിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ആ ഒരു പ്രവാചകത്വത്തെ നമ്മൾ അംഗീകരിക്കുക വഴി പ്രവാചകൻ കൊണ്ടുവന്ന ഖുർആനിനെ നമ്മൾ അംഗീകരിച്ചു. ഖുർആനിനെ അംഗീകരിക്കൽ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയി. അപ്പോൾ സ്വാഭാവികമായി ഖുർആനിൽ പരാമർശിച്ച ഈസാ അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കൽ വന്നു, മൂസ അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കൽ വന്നു എന്നല്ല, ഹൈന്ദവ സഹോദരങ്ങളെ പോലും അംഗീകരിക്കൽ വന്നു. കാരണം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് പറയാൻ സമയമില്ല, നമുക്ക് ഡീറ്റെയിൽ ചർച്ച പിന്നെ ആക്കാം. ഈ ഏടുകൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ കിതാബുകൾ ഏടുകൾ എന്നുള്ളത് മലയാളത്തിലെ ഒരു ടേമാണ്. രണ്ടും ഏടുകൾ തന്നെയാണ്. കിതാബിൻ്റെ മലയാളമാണ് ഏട്. പക്ഷേ അങ്ങനെയല്ല പറയാറുള്ളത്. 100 ഏടും 4 കിതാബൊന്നും. 104 ഏട് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ 4 കിതാബല്ലാതെ നമ്മൾ പൊതുവെ ഭാഷയിൽ വ്യവഹരിക്കുന്ന 100 ഏടുകൾ, ആ 100 ഏടുകൾ കിട്ടിയ ആ പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ അനുയായികൾ ഒക്കെ മാറ്റിയതാവാം പല ഇന്ന് അറിയപ്പെടുന്ന മറ്റു പല മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ എന്നൊക്കെയുള്ള സ്റ്റഡീസ് ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ഏകദൈവ വിശ്വാസത്തെ അംഗീകരിക്കുന്ന ഹൈന്ദവ ദർശനമുണ്ട്, ബൗദ്ധ ദർശനത്തിലുണ്ട്, ജൈന ദർശനത്തിലുണ്ട്, മോക്ഷ സിദ്ധാന്തമുണ്ട്, സൂഫി സങ്കല്പമുണ്ട്, ആധ്യാത്മികതയുണ്ട്. ഈ അദ്വൈതം പോലും വഹ്ദത്തുൽ വജൂദിനെ മാറ്റിമറിച്ച മറ്റൊരു കൺസെപ്റ്റ് ആവാം. അപ്പോൾ ഹൈന്ദവ ദർശനത്തെ ഉൾക്കൊള്ളുന്ന, യഹൂദ ദർശനത്തെ ഉൾക്കൊള്ളുന്ന, ക്രൈസ്തവതയെ ഉൾക്കൊള്ളുന്ന, സെമിറ്റിക് ദർശനങ്ങളെ ഉൾക്കൊള്ളുന്ന, അങ്ങനെ വിശാലമായൊരു ഫ്രെയിമിനെ മുഴുവനും അന്തർവഹിക്കുന്ന ഒരു പൊതുവായ ടേമാണ് ഈ ഷഹാദത്ത്. അപ്പോൾ ഒരു സത്യപ്രതിജ്ഞയിൽ, ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ സത്യപ്രതിജ്ഞയിൽ അദ്ദേഹം ബേസിക്കലി ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് പ്രതിബദ്ധത പാലിക്കുമെന്ന് പറഞ്ഞാൽ മതി. ഇനി അതിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതിൻ്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ആമെൻമെൻ്റ് റൈറ്റ്സ് വകുപ്പുകൾ മുഴുവനും പറയണമെന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മറ്റെന്താ പറയേണ്ടത്? ബാലിഷാണ്. മാത്രമല്ല അത് അദ്ദേഹം 3 ടേണിൽ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഞാൻ പൊതുവെ നമ്മൾ മണ്ടനാകാനുള്ള മത്സരത്തിനല്ലല്ലോ അവിടെ പോയി നിന്നത്, അതുകൊണ്ട് മെൻഷൻ ചെയ്തില്ല.